ട്രാവൽ സീരീസിന്റെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂരിലെ മുഴപ്പിലങ്ങാടി ബീച്ചിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. എന്താ പറയാ, ഈ ബീച്ചിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ച് ആണ് നമ്മുടെ മുഴപ്പിലങ്ങാടി, കണ്ണൂരിലെ മുഴപ്പിലങ്ങാടി ബീച്ച്. സാധാരണ നമ്മൾ ബീച്ചിൽ വരുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് നമ്മൾ ആൾക്കാർ വരുന്നത് കാലിന് വെള്ളത്തിൽ നനയ്ക്കുക, ബീച്ചിൽ കുളിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെയാണ് വന്നെ. പക്ഷേ കണ്ണൂരിലെ മുഴപ്പിലങ്ങാടി ബീച്ചിൽ ആളുകൾ വന്നത് ഡ്രൈവ് ചെയ്ത് രസിക്കാനാണ്. ഏത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടാത്ത ആളാണെങ്കിലും ഈ ബീച്ച് സർഫസ്, ഈ ബീച്ച് ഏരിയ ഒക്കെ കണ്ടാൽ ഒന്ന് കാറോ ബൈക്കോ എടുത്ത് ഒരു റൗണ്ട് ഓടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അത്രയ്ക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനും സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, സാധാരണ നമ്മൾ ഒരു എന്താ പറയുക ബീച്ച് ഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരിക്കും, ഈ തിരയുടെ ഭയങ്കര എരമ്പലും സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കടൽ ഭയങ്കര ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കടലാണ്. തിരമാല വരുന്നത് പോലും തൊട്ടില്ലാന്ന രീതിയിലാണ് തിരമാല വരുന്നത്. ഭയങ്കര കാമായിട്ട് ഒരേ വേവിലാണ് ഈ തിരമാല വരുന്നത്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആണ്. ഈ മുഴപ്പിലങ്ങാടി ബീച്ചിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ തിര വരുമ്പോഴത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് നടക്കാൻ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ തിര വന്നിട്ട് തിര തിരിച്ചു പോണ സമയത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല, താഴത്തെ മണ്ണ് കുഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതാണ് ഏക ബീച്ച്. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ തിര വരണ സമയത്ത് ഇവിടെ നടുക്ക് പോയി നിന്നാൽ കൂടെ അതിൻ്റെ താഴത്തെ മണ്ണ് ഒലിച്ചു പോവില്ല. ഭയങ്കര കട്ടിയുള്ള മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡ്രൈവിങ്ങിന് ഈ സർഫസ് ആയിട്ട്, ഈ ബീച്ച് ഏറ്റവും ബെസ്റ്റ് ബീച്ചായിട്ട് ഡ്രൈവ് ഇൻ ബീച്ച്, കേരളത്തിൽ തന്നെ ഏക ഡ്രൈവ് ഇൻ ബീച്ചായിട്ട് ഇത് അറിയപ്പെടുന്നത്. ശരിക്കും ഒരു ടൈലിന്റെ മേലെ കൂടി നടക്കണ ഫീലാണ് ഇവിടുത്തെ മണ്ണിൽ കൂടി നടക്കുമ്പോഴത്തേക്ക്. തിരമാല വന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ തട്ടായിട്ട് ഓരോ മണ്ണിന്റെ സെക്ഷനായിട്ട് ഒഴുകി പോകുമ്പോൾ ശരിക്കും അതൊരു ടൈലിട്ടേക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണത്. ഇത് ഒറ്റ ആംഗിളിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 360 ഡിഗ്രിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുപോലെ നല്ല ഫ്ലാറ്റ് സർഫസ് ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എവിടെ നിന്നാണോ വേവ് സ്റ്റാർട്ട് ചെയ്യണം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൺസെറ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ മഴക്കാർ കാരണം സൂര്യനില്ലഹേ, അതുകൊണ്ട് നിങ്ങൾക്ക് സൺസെറ്റ് കാണാനുള്ള ഭാഗ്യമില്ല. അപ്പം എന്തായാലും നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ അവിടെ ബൈക്ക് റേസിങ്ങും കാർ റേസിങ്ങും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബാക്കിൽ. ശരിക്കും ആരായാലും കൊതിക്കണ, വണ്ടി ഓടിക്കാൻ, ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കൊതിക്കണ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച്. കൂടുതൽ ഏരിയ ഒന്നുമില്ല, ഒരു കുറച്ച് ഏരിയയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബീച്ചാണ് മുഴപ്പിലങ്ങാടി ബീച്ച്. കണ്ണൂർ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ബീച്ചിൽ വരണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡേഞ്ചർ ഇല്ലാണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു ബീച്ച് കൂടെയാണ്, കളിക്കാൻ പറ്റിയ ഒരു ബീച്ച് കൂടെയാണ് മുഴപ്പിലങ്ങാടി ബീച്ച്. പിന്നെ പണ്ട് ഇവിടെ ഉള്ളവരൊക്കെ പറയായിരുന്നു, പണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സഞ്ചി നിറച്ച് കക്കയായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് പറയായിരുന്നു. കാരണം ഇവിടെ വന്ന് ജസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ തട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തിരമാല വരുമ്പോഴും കുറേ കക്കകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് പറയണത്. പക്ഷെ ഇപ്പോൾ ആ കക്ക സീസൺ അല്ലാന്ന് തോന്നുന്നു. കക്കയൊന്നും ഇവിടെ ഇല്ലാന്നാണ് പറയണത്. ഇല്ലാന്നല്ല, കിട്ടാറില്ല. അങ്ങനെ പണ്ടത്തെ പോലെ ഒരു ചാക്ക് കണക്കിന് കക്കകളൊന്നും കിട്ടാറില്ല. പിന്നെ നമ്മുടെ കണ്ണൂർക്കാരുടെ മെയിൻ സ്പെഷ്യൽ ഐറ്റമായ കല്ലുമ്മക്കാ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടുത്തെ ഓരോ സൈഡും അതിലൊക്കെ കല്ലുമ്മക്കാ പിടിച്ചിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഞാൻ കണ്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. ഇവിടെ കുറേ സൈഡിൽ കുറേ നമ്മുടെ മത്സ്യത്തൊഴിലാളി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവർ വഞ്ചിയായിട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, പിന്നെ വേറെ കുറേ മെയിനായിട്ട് പറയാൻ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീച്ചിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ തോന്നൂല. അത്ര ഭയങ്കര രസമാണ്. ശരിക്കും ഇനിയും നമുക്ക് അങ്ങോട്ട് പോകാനേ തോന്നത്തുള്ളൂ. ഒരു പേടിപ്പിക്കാത്ത കടലാണ് ശരിക്കും നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച്, പേടിപ്പിക്കാത്ത ബീച്ച്. അതുപോലെ നല്ല വൈബാണ്. ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചില്ല് ചെയ്ത് ഒരു റൈഡൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ഉള്ള ബീച്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂരിൻ്റെ സ്പെഷ്യൽ, കണ്ണൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ
മുഴപ്പിലങ്ങാടി ബീച്ചിന്റെ വിശേഷങ്ങളും സംഭവങ്ങളും. ഇപ്പോൾ വൈകുന്നേരം ടൈം ആയപ്പോഴത്തേക്ക് ആ പിള്ളേരൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കാനൊക്കെ, സാധാരണ നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെ കളിക്കുമ്പോഴത്തേക്കും കാലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകും, വരിയൊക്കെ കളിക്കാൻ പറ്റില്ല. പക്ഷേ മുഴപ്പിലങ്ങാടി ബീച്ചിൽ ആ വിഷയം വന്നില്ല. അവർക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് അവിടുത്തെ പിള്ളേർ. അപ്പോൾ എന്താ പറയുക, ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ചിൽ. ഇതൊരു കുട്ടി മിനി ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ വ്ളോഗായിരുന്നു. അപ്പം എന്തായാലും ഈ കണ്ണൂർ വരെ വന്നിട്ട് ഈ സ്ഥലം നിങ്ങൾ മിസ്സാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഒരു സൈഡിലോട്ട് മാറി നിന്നിട്ട് നമുക്ക് ഗോൾഡ് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ആക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ അറ്റ്മോസ്ഫിയറിലൊക്കെ ഒന്ന് ലോസ്റ്റായി കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗോൾഡും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെയാണ് മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഗോൾഡ് ഓൺ ദ റോഡ് ട്രാവൽ സീരീസിന്റെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ചെട്ടിനാടിന്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 2 വളകളും ഒരു നെക്ലസുമാണ്. അപ്പോൾ അത് എവിടെ നിന്ന് നിങ്ങൾ വിചാരിക്കും? അപ്പോൾ അത് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് ചെട്ടിനാടിൻ്റെ തന്നെ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പീസാണ്. സാധാരണ നമ്മൾ ഈ ചെട്ടിനാട് ഡിസൈൻസ്, ചെട്ടിനാട് മാലകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇച്ചിരി റെഡിഷ് കൂടിയ കളറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇട്ടിരിക്കുന്ന ചെട്ടിനാടിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാല ലൈറ്റ് വെയിറ്റുമാണ്, എന്നാൽ ഭയങ്കര ലൈറ്റ് റെഡിഷ് കളറുമാണ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളറല്ല, ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന മാല എന്ന് പറയുന്നത് 2.5 പവനിൽ വരുന്ന ചെട്ടിനാടിൻ്റെ മാലയാണ്. അതിന് പെയർ ചെയ്ത് വളയും ഞാൻ ഇട്ടിട്ടുണ്ട്. ആനകളുടെയൊക്കെ കൊത്തുപണികൾ വന്നിരിക്കുന്ന ഒരു വള. എന്താ പറയുക, നമ്മുടെ ഈ ടെമ്പിൾ ഡിസൈൻസിലൊക്കെ സാധാരണ നഗാസ് മാലകളിലൊക്കെയാണ് ടെമ്പിൾ ഡിസൈൻസ് വരിക. അപ്പോൾ ചെട്ടിനാടിലും ടെമ്പിൾ ഡിസൈൻസ് കൊണ്ടുവരിക എന്നത് നമ്മുടെ ഷോറൂമിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ്. അതും വെറൈറ്റി യുണീക്ക് ഡിസൈൻസ് കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു മാസ്റ്റർ പീസ് സംഭവമാണ്. അപ്പം ഈ വളയിൽ, ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന വളയിൽ വന്നിരിക്കുന്നത് ഫുൾ ആനകളെ വെച്ചിട്ടുള്ള ചിത്രപ്പണികളാണ് ഈ ഫുൾ വളയിൽ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ലക്ഷ്മി ദേവീനാണ് കാണാറ്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ എടുത്തിരിക്കുന്നത് ആനകളുടെ വളയാണ്. 2 പവനിലാണ് ഈ വള വരുന്നത്. മെറൂൺ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള 2 മെറൂൺ സ്റ്റോൺസും ഒരു ആനയും, വീണ്ടും 2 മെറൂൺ സ്റ്റോൺസും ആനകളും, അങ്ങനെ വന്നിട്ടുള്ള ഒരു വളയാണ്. 2 വള 2 പവൻ ഈച്ചാണ്. ഈ മാല 2.5 പവനും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കൊണ്ടുവന്നിരുന്നത് ഈ 2 വളകളും മാലയാണ്. ചെട്ടിനാടിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് നമുക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഷോറൂമുകൾ ഉള്ളത് എവിടെയാണ്? നമ്മളിപ്പോൾ ഉള്ളത് മുഴപ്പിലങ്ങാടി ബീച്ചിലാണ്. അപ്പോൾ കണ്ണൂരിൽ നമ്മുടെ ഷോറൂം ഉള്ളത് കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ പയ്യന്നൂരിലും, പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലുമാണ് നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സ്ഥലത്ത് പുതിയ ഓർണമെന്റ്സ് ആയിട്ട് ഞാൻ വരുന്നവരേക്കും നമ്മുടെ ചാനലിൻ്റെ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Pereppadans Gold Park, Neyyattinkara, Nedumangad, Karunagappally, Kottarakkara and Thrissur. Our sister concern Kallarackals Gold Park, Payyannur.